എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫിലിം ജോണറാണ് ആനിമൽ മൂവീസ്. ഇനി ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അതിലെ ഇമോഷൻ ഉൾക്കൊണ്ട് നമ്മളും കൂടുതൽ ഇമോഷണൽ ആവുന്നത് കൊണ്ട് മാത്രമായിരിക്കും ഇങ്ങനത്തെ ജോണർ കാണണ്ടെന്ന് തീരുമാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ 2019 എറിക്സൺ കോർ ഡയറക്റ്റ് ചെയ്ത് വാൾട്ട് ഡിസ്നി ഇറക്കിയിട്ടുള്ള ടോഗോ എന്ന് പറയുന്ന ഒരു മൂവിയെ കുറിച്ചാണ്. വില്യം ഡാഫോ, ജൂലിയൻ നിക്കോൾസൺ എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ മൂവിയിലെ ഹീറോ ടോഗോ ആയി അഭിനയിച്ചിട്ടുള്ള ഡീസൽ എന്ന സൈബീരിയൻ ഹസ്കി ആണെന്ന് നിസ്സംശയം പറയാം. നായ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സിനിമകളിൽ മിക്കപ്പോഴും സ്നേഹമായിരിക്കും മുന്നിട്ട് നിൽക്കാറ് എങ്കിൽ ഈ സിനിമയിൽ വിശ്വാസ്യതയാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇന്ന് നമ്മൾ ഈ മൂവിയെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ മൂവി ഡിസ്കസ് ചെയ്യാൻ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാരണം കൂടിയുണ്ട്. അത് ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്തിൽ സംസാരിക്കാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. സ്ലെഡ് നായകളുടെ കഥയാണ് ടോഗോ. ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ആൾക്കാരെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകാനുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം വണ്ടിയാണ് സ്ലെഡ്. 4 മുതൽ 12 നായ്ക്കളാണ് ഇങ്ങനെയുള്ള ഒരു സ്ലെഡ് വലിക്കുന്നത്. ഇതിൽ ഏറ്റവും പിന്നിൽ, അതായത് ഈ സ്ലെഡ് എന്ന വണ്ടിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നായകളെ വീൽ ഡോഗ്സ് എന്നാണ് പറയാ. ഈ നായകളാണ് വളരെ വേഗത്തിൽ പോകുന്ന സമയത്ത് ഈ സ്ലെഡ് ചെരിഞ്ഞു പോവാതെ സംരക്ഷിക്കുന്നത്. ഇനി ബാക്കിയുള്ള എല്ലാ നായകളും ടീം ഡോഗ്സ് ആണ്. ഈ ഓട്ടത്തിന് വേണ്ട സ്ട്രെങ്ത് ഇവരെല്ലാവരും കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ആദ്യം നിൽക്കുന്ന 2 നായകളാണ് ലീഡ് ഡോഗ്സ്. ഇവരാണ് ദിശ നിശ്ചയിക്കുന്നതും ബാക്കിയുള്ള നായകളെ ഡയറക്റ്റ് ചെയ്യുന്നതും. ഇങ്ങനെയുള്ള സ്ലെഡ് റേസസും അലാസ്ക മാരിയുള്ള തണുപ്പ് രാജ്യങ്ങളിൽ വളരെ സജീവമാണ്. ഇതിൽ പങ്കെടുക്കുന്ന നായകൾക്കൊക്കെ അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു സെലിബ്രിറ്റി പരിവേഷമാണ് ഉള്ളത്. ഇത്രയും പറഞ്ഞത് ഈ സിനിമയുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള നായകളെ ട്രെയിൻ ചെയ്യുന്ന 2 പേരാണ് ഇതിൽ നായകനും നായികയായി അഭിനയിക്കുന്ന ലിയനാർഡ് സെപ്പളയും കോൺസ്റ്റാൻസും. ഇവരെ അഡോപ്റ്റ് ചെയ്ത് ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നായ്ക്കളിൽ ഒരെണ്ണം വളരെ വീക്ക് ആവുന്നതോടുകൂടി സെപ്പള അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. പക്ഷെ കോൺസ്റ്റാൻസ് എന്തായാലും നമുക്ക് വളർത്താം, ട്രെയിൻ ചെയ്യിക്കണ്ട എന്ന് നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ ഇവരെ വളർത്തുന്ന നായയാണ് ടോഗോ. ആദ്യം ഇവർ ടോഗോയെ ട്രെയിൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ലെങ്കിലും മറ്റുള്ള നായകളെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ടോഗോ അവരെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഒരു പണിഷ്മെന്റ് പോലെയാണ് ടോഗോയോട് ഈ സ്ലെഡ് വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറയുന്നത്. പക്ഷെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ടോഗോ 75 മൈലാണ് അൺട്രെയിൻഡ് ആയിട്ട് തന്നെ ഈ സ്ലെഡ് വലിച്ചുകൊണ്ട് പോവുക. ഈ 75 മൈൽ എന്ന് പറയുന്നത് 120 കിലോമീറ്ററോളമാണ്. അതും വെറും 8 മാസം ഉള്ളപ്പോൾ. ഇങ്ങനെ സ്ലെഡ് ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുന്നവരെ മഷർ എന്നാണ് പറയുന്നത്. അവർ തന്നെയാണ് ഇങ്ങനത്തെ റേസുകളിൽ ഈ നായകളുടെ കൂടെ പങ്കെടുക്കുകയും ചെയ്യുക. മഷറായ ഷെപ്പലയ്ക്ക് നല്ലൊരു സ്ലെഡ് ഡോഗിനെ കിട്ടുകയാണ്. പിന്നീട് ഒരുപാട് അലാസ്കൻ സ്ലെഡ് റേസസ് ഈ ടീം വിജയിക്കുന്നുണ്ട്. ഇതിലൊക്കെ പ്രധാനമായിട്ടും ടോഗോ ലീഡ് റോളാണ് വഹിച്ചിരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഡിഫ്തീരിയ ഔട്ട്ബ്രേക്ക് ഈ നാട്ടിൽ ഉണ്ടാകുന്നത്. ചെറിയ കുട്ടികൾക്കാണ് ഈ അസുഖം ബാധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രതിമരുന്ന് ആൻറ്റിബോഡി എത്തിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അലാസ്കയുടെ ഒരു ക്ലൈമറ്റ് കാരണം എയർ ട്രാൻസ്പോർട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. പിന്നീടുള്ള ഒരേ ഒരു മാർഗം സ്ലെഡ്ജ് ഡോഗ്സ് വഴി ഈ ആന്റിടോക്സിൻ ഈ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഏറ്റവും പെട്ടെന്ന് ഈ ആന്റിടോക്സിൻ ഇവിടെ എത്തിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ടോഗോയ്ക്ക് ഈ ദൗത്യം കിട്ടുന്നു. ടോഗോയ്ക്ക് ഈ സമയത്ത് 12 വയസ്സിനടുത്തായി. അതുകൊണ്ട് തന്നെ ഒരു സീനിയർ സിറ്റിസൺ സ്റ്റാറ്റസ് ലഭിക്കുന്ന സമയമായി. സാധാരണഗതിയിൽ സ്ലെഡ് ഡോഗ്സിനെ 5 വയസ്സ് വരെയൊക്കെയാണ് സ്ലെഡ് വലിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം വിസമ്മതിക്കുമെങ്കിലും ഇത് ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ടോഗോയെയും ഈ ടീമിൽ ഉൾപ്പെടുത്താൻ ഇവർ നിർബന്ധിതരാവുകയാണ്. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സിനിമാ സ്കോപ്പ് നല്ലപോലെ ഉള്ള ഒരു കഥയായിരുന്നു ഇത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ശരിക്കും സംഭവിച്ചിട്ടുള്ളതാണ്. 1925 അലാസ്കയിലെ നോം എന്ന സ്ഥലത്ത് ഉണ്ടായ ഡിഫ്തീരിയ ഔട്ട്ബ്രേക്കും അതിനോടനുബന്ധിച്ചുണ്ടായ ഗ്രേറ്റ് റേസ് ഓഫ് മേഴ്സി അല്ലെങ്കിൽ 1925 സിറം റൺ എന്നതിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ടോഗോ. ഇതിനോട് ആസ്പദമാക്കി ഉണ്ടാക്കിയ സിനിമയിൽ യാഥാർത്ഥ്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് ടോഗോ. ആ നാട്ടിലെ ഡിഫ്തീരിയ തടയുന്നതിന് അവിടുത്തെ മനുഷ്യരെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്
ഗ്രേറ്റ് റേസ് ഓഫ് മേഴ്സിയിൽ പങ്കെടുത്ത എല്ലാ നായ്ക്കളോടും കൂടിയാണ്. ഒരു റിലേ പോലെയാണ് ഈ ദൗത്യം പൂർത്തീകരിച്ചത്. കാരണം ഇവർ ഈ സിറം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് 1085 കിലോമീറ്റർ ആയിരുന്നു. 20 മഷേഴ്സും 150 സ്ലെഡ് ഡോഗ്സും കൂടിയിട്ടാണ് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ മിഷൻ അവസാന ലാപ്പ് ഓടിയ ബാൾട്ടോ എന്ന ലീഡ് ഡോഗിനെയാണ് ഇതിന്റെ മുഴുവൻ പേരും പ്രശസ്തിയും പോയത് എന്നത് മാത്രമാണ്. ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിൽ പോലും ഗ്രേറ്റ് റൺ ഓഫ് മേഴ്സി മെമ്മോറിയൽ ആയിട്ട് കേവലം ബാൾട്ടോയുടെ പ്രതിമ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ബാൾട്ടോയും കൂട്ടരും 55 മൈൽ, അതായത് 89 കിലോമീറ്റർ ഓടിയ സമയത്ത് ടോഗോയും കൂട്ടരും ഓടിയത് 261 മൈലാണ്, അതായത് 460 കിലോമീറ്റർ. ഇത് ദൂരം കൂടുതലുള്ള വഴി മാത്രമല്ല, ഏറ്റവും അപകടകരമായ വഴി കൂടിയായിരുന്നു. ടോഗോയുടെ പ്രായവും ഈ സമയത്ത് ഇവിടെ ഓർക്കേണ്ടതുണ്ട്. 12 വയസ്സായിരുന്നു ആ സമയത്ത് ടോഗോയ്ക്ക്. എന്തായാലും അലാസ്കയുടെ മണ്ണിൽ ടോഗോ തന്നെയായിരുന്നു ഗ്രേറ്റ് റൺ ഓഫ് മേഴ്സിയുടെ ഹീറോ. ഇതിനുശേഷം ഫ്രോസ്റ്റ് ബൈറ്റ് കാരണം കാലിന് പരിക്കേറ്റിയ ടോഗോയെ മെയിൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ബ്രീഡിംഗ് സെന്ററിലാക്കുകയായിരുന്നു. എൻഡ്യൂറൻസ്, സ്റ്റാമിന ഇവയ്ക്ക് പേര് കേട്ടിട്ടുള്ള ഷെപ്പല സൈബീരിയൻ ബ്രീഡർ ലൈനിന് അങ്ങനെ തുടക്കമായി. 16 വയസ്സായതോടുകൂടിയിട്ട് ജോയിന്റ് പെയിനും അന്ധതയും ബാധിച്ച ടോഗോയെ മേഴ്സി കിൽ ചെയ്യുകയായിരുന്നു. ആദരസൂചകമായിട്ട് ടോഗോയുടെ സ്കിന്ന് അലാസ്കൻ മ്യൂസിയത്തിൽ ഇന്നും മൗണ്ട് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ടോഗോയ്ക്ക് 14 ജനറേഷന് ഇപ്പുറത്തുള്ള വഷിറാൽസ് ഡീസൽ മാജിക് ഡീസൽ എന്ന നായയാണ് ഈ സിനിമയിൽ ടോഗോയായി അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ കാര്യം, ഈ ഗ്രേറ്റ് റൺ ഓഫ് മേഴ്സിയുടെ കാര്യം പക്ഷെ ഇപ്പോൾ ഓർക്കാനുണ്ടായ ഒരു സാഹചര്യം സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ അലാസ്കൻ യാത്രയെക്കുറിച്ചുള്ള ഈ വീഡിയോ ആയിരുന്നു. എന്തിനറിയാം, അലാസ്കയിലെ ഒരു ഗ്രാമം മുഴുവൻ ഒരു മഹാമാരി പിടിപെട്ട് മരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അവർക്കുള്ള പ്രതിരോധ മരുന്ന് ഇവിടെ എത്തിക്കാൻ ഒരു മാർഗമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ 5 ദിവസം കൊണ്ട് 1700 കിലോമീറ്റർ പട്ടികൾ സ്ലെഡ് വലിച്ച് പട്ടണത്തിൽ പോയി ഈ മരുന്നും കൊണ്ട് തിരിച്ചു വന്ന് ആ ഗ്രാമീണരെ രക്ഷിച്ചത് കഥ വരെ ഈ അലാസ്കൻ പ്രദേശത്തെ സ്ലെഡ് ഡോഗുകൾക്ക് പറയാറുണ്ട്. അവരുടെ ചരിത്രമൊക്കെ വലിയ ആദരവോടെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു സ്ലെഡ് ഡോഗിന്റെ പ്രതിമ തന്നെ ആങ്കറേജ് പട്ടണത്തിൽ അവിടെ വലിയ ആദരണീയമായ ഒരു സ്ഥലത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Thanks for watching.